നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്സ്വാഗൻ്റെ ജെറ്റയാണ്. ഇത് ഇന്ന് അത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ECM വന്നിട്ട് ഈ ജെറ്റയ്ക്ക് വരുന്നൊരു ECM ആണ്. ഇതേ ECM തന്നെ നമ്മുടെ വോക്സ്വാഗൻ്റെ പസാറ്റ്, അതേപോലെ തന്നെ സ്കോഡ ലോറ, Audi A4, Audi Q5 ഈ വരുന്ന ഡീസൽ വേരിയൻറ്റ് 2 ലിറ്റർ വണ്ടിക്കകത്തെല്ലാം വരുന്ന കോമൺ ആയിട്ട് വരുന്നൊരു ECM ആണ്. അതായത് 2011 to 2014 വരേക്കും വരുന്ന മോഡൽസിനകത്തെല്ലാം കോമൺ ആയിട്ട് വരുന്നൊരു ഡീസൽ ECM ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രോട്ടോകോൾ സെയിം ആണ്. അപ്പോൾ ഈ ECMന് ഒരു 2-3 പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് വരാറുണ്ട് ഫോൾട്ട്. അതായത് ഒന്ന് കൺട്രോൾ മോഡ്യൂൾ ഫാൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾട്ട് വരും. അപ്പം വണ്ടി വന്നിട്ട് സ്റ്റാർട്ടേ ആകില്ല. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഡ്രൈവർ സർക്യൂട്ട് A അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഡ്രൈവർ സർക്യൂട്ട് B. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ വണ്ടി വന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ടായിട്ട് ഓഫായി പോകും. ഈ കൺട്രോൾ മോഡ്യൂൾ പെർഫോമൻസ് എന്നുള്ളൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി വന്നിട്ട് സ്റ്റാർട്ടായിട്ട് ഒരു 2000-1500 RPM മുകളിൽ കയറാത്തൊരു പ്രശ്നം. ഇങ്ങനൊരു 3-4 പ്രശ്നങ്ങൾ ഈ ECMന് കോമൺ ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം അത് ECMൻ്റെ തന്നെ ആയിരിക്കും. അതേപോലെ ഫ്യൂവൽ ഇഞ്ചക്ടർ ഡ്രൈവർ സർക്യൂട്ട് A B എന്ന് വരുന്ന ഫോൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ മേ ബി നിങ്ങളുടെ ഇഞ്ചക്ടർ കൂടെ പ്രോബ്ലം വരാം. അപ്പോൾ അതും സിമ്പിളായിട്ട് നമുക്കറിയാൻ പറ്റും. ഇഞ്ചക്ടറിൻ്റെ നമ്മുടെ കണക്റ്റേഴ്സ് ഡിസ്കണക്ട് ചെയ്തിട്ട് റീസ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ ഫോൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ECM ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് അതേ കേസിന് വന്നൊരു ECM ആണ് നമ്മളിപ്പോൾ. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ECM വന്നിട്ട് നമുക്ക് ഓൺ ആയിട്ടുണ്ട്. 2 DRV നമുക്ക് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫ്യൂൽ പമ്പ് ഓണായി, ഇഞ്ചക്ടർ ഫയർ ആയിട്ടുണ്ട്, ഇഞ്ചക്ടർ നല്ല സപ്ലൈ വന്നിട്ടുണ്ട്, നമ്മുടെ RPM വന്നിട്ട് 900 RPM വന്നിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടായി ഓടുന്നൊരു കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഓഫായി പോകുന്നില്ല, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ECM റിപ്പയർ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യനെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇൻഫർമേഷനായിട്ട് പറഞ്ഞത് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.